കസിൻ്റെ നിക്കാഹാണ് നാളെ. അപ്പോൾ ഇന്ന് തലേന്നാണല്ലോ. അപ്പോൾ അതിന് കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവളെയും കൊണ്ട് ഒരു ബൈക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ടാസ്ക് ഓളെ ഹെയർ സെറ്റ് ചെയ്യലാണ്. ദെൻ നമ്മൾ നിക്കാഹ് വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഗ്രൂം ട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. ഒരു ബ്ലാക്ക് തീമിലായിരുന്നു ഗ്രൂം ട്യൂബി. സോ കൂടുതൽ പേരും ബ്ലാക്ക് ആയിരുന്നു വേറെ ഇത്. അങ്ങനെ എല്ലാവരും കൂടെ ബലൂൺസ് ഒക്കെ വീർപ്പിച്ച് സെറ്റാക്കി. പിന്നെ ഈ കുട്ടികളുടെ ഇടയിൽ ബലൂണൊക്കെ പൊട്ടാതെ കുറച്ച് നേരം വെക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. പിന്നെ ചെക്കന് ഈ ഒരു ഗ്രൂം ട്യൂബി സർപ്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഓൻ വീട്ടിലില്ലാത്ത സമയത്ത് ഇനി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഓനുള്ള വെയിറ്റിംഗ് ഇനി ഓൻ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറ് തുറന്നു വരുന്ന സമയത്ത് പാർട്ടി പോപ്പർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും പോപ്പർ നമ്മളെ മാറ്റിച്ച് സമയത്തിനും കാലത്തിനൊന്നും പൊത്തിയിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത രീതിക്ക് നമുക്കൊരു വീഡിയോ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവനെ വീണ്ടും പുറത്താക്കി അവനോട് ഡോറ് തുറന്നു വരാൻ പറഞ്ഞ്. പക്ഷെ ഓൻ തുറന്നു വന്നിട്ട് കാര്യമുണ്ടോ, സാധനം പൊട്ടിയില്ല. വീണ്ടും പുറത്താക്കി വീണ്ടും ഓൻ തുറന്നു വന്ന് പൊട്ടിയില്ല. അങ്ങനെ 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ഐറ്റം പൊട്ടിയത്. അങ്ങനെ ഓനെ ഗ്രൂം ട്യൂബിൻ്റെ സംഭവങ്ങളൊക്കെ അണിയിച്ച് ഓനെ കേക്ക് കട്ടിങ്ങിന് കൊണ്ടുപോയി. അങ്ങനെ കേക്ക് കട്ടിങ് ഭംഗിയായി കഴിഞ്ഞെന്ന് പറയാനായിട്ടില്ല. ഇത്രയും നേരം ഈ ഒരു കേക്കും നോക്കി തൊടാനും പോലും പറ്റാതെ കുറേ ചോട്ടാസ് ഇതിൽ നടന്നു. ഇതിലേക്കൊന്ന് പിരിച്ചിടണം, വെരിക്ക് നല്ല കേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒക്കെ വെരിക്ക് നല്ല അനുസരണോടെ ഇരിക്കുന്നുണ്ട്. ഞാനിവളോട് ചോദിക്കാൻ എനിക്ക് ഇങ്ങനെയൊക്കെ വായ തുറക്കാൻ കഴിയൂലേന്ന്. കാരണം ഈ ഒരു വായൊന്നും ചോറ് കൊടുക്കുമ്പോൾ കാണില്ല. ഇതിപ്പോൾ എൻ്റെ കൈ വരെ തിന്നുന്നുണ്ട്. പിന്നെ അതിനുശേഷം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും കഴിച്ച്. പിന്നെ നിക്കാഹോ കല്യാണമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കൈയൊക്കെ ഒന്ന് ചോപ്പിക്കണല്ലോ, അപ്പോൾ അതും നടക്കണുണ്ട്. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ.